ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇന്നും ട്രിപ്പെല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ പോകണം. 1-2 ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗുഡ് മോർണിംഗ്. പിന്നെ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. നല്ലൊരു ശനിയാഴ്ച ദിവസവും ആശംസിക്കുന്നു. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നേമം കഴിഞ്ഞു. വെള്ളയാണി എത്താറായി. ഇപ്പോൾ നേമത്ത് എത്തിയപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചായിരുന്നു. അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് എടുത്ത് മറ്റേ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ ശാസ്തമംഗലം, അവിടെയാണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളയാണി എത്തി. വെള്ളയാണിയിൽ ഒരു സിഗ്നല് വർക്കിംഗ് അല്ല, അടുത്ത സൈഡിലെ സിഗ്നൽ വർക്കിംഗ് ആണ്. അങ്ങനെ പോകുന്നു. നമുക്കിനി 500 മീറ്റർ കൂടെ ഉണ്ട്. 500 മീറ്റർ കൂടെ കഴിഞ്ഞ് നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യണം. കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ഇന്നത്തെ ട്രിവാൻഡ്രം സിറ്റിയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് കസ്റ്റമറുടെ അടുത്ത് എത്താറായി. 300 മീറ്ററേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞു. ശാസ്തമംഗലത്തുള്ള ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തു. പേയ്മെൻറ്റെല്ലാം വാങ്ങിച്ചു. അതൊരു 210 ഒരു ഓട്ടോ ആയിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി അത് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. അതിവിടെ വെള്ളയമ്പലത്തു നിന്നാണ്. വെള്ളയമ്പലത്തു നിന്ന് നെടുമങ്ങാട് സൈഡ് എവിടെയാണ് കാണിച്ചത് അറിഞ്ഞൂടാ. അത്രയൊന്നും പോകണ്ട. നെടുമങ്ങാട് പോകുന്ന റോഡിൽ എവിടെയാണെന്ന് തോന്നുന്നു. കിലോമീറ്റർ ഉണ്ട്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുത്തു. അപ്പോൾ എന്തായാലും നമുക്കിനി കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അതിവിടെ മുല്ലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നമ്മൾ പേരുക്കട വഴയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റോഡ് പോയി അവിടെ നിന്ന് ലെഫ്റ്റ് കയറി. ഇന്നലെ നമ്മൾ പാലോട് പോയതും വന്നതുമായിട്ടുള്ള വഴി തന്നെ അവിടുത്തെ ഒരു വില്ലയിലായിരുന്നു. അപ്പോൾ അത് കൊണ്ടാക്കി. അപ്പോൾ നമുക്ക് തിരിച്ച് എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്താം. അതുപോലെ മെയിൻ റോഡ് കയറാം. മെയിൻ റോഡ് കയറിയിട്ട് നിർത്താം. എങ്കിലേ എന്തെങ്കിലും ട്രിപ്പ് കിട്ടുള്ളൂ. അതായത് ഇന്റീരിയേഴ്സിലായിട്ട് കിടന്നാൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സമയം ചുമ്മാ പോകുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് മെയിൻ റോഡ് അടുപ്പിച്ച് കിടന്നാൽ ഏതെങ്കിലും ട്രിപ്പ് വന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ ഈ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഏതെങ്കിലും കിട്ടിയാൽ ലോട്ടറി തന്നെ. അപ്പം അങ്ങനെ കിട്ടാറില്ല. അപൂർവമായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മെയിൻ റോഡിലോട്ട് വരാം, എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ട്രിപ്പ് അടിച്ചു. ഇവിടെ പേരൂർക്കടയിൽ നിന്ന് കുറവാങ്കോണം പോകുന്ന റോഡിൽ നിന്നാണ് പിക്കപ്പ്. അത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പേരൂർക്കട ജംഗ്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ട്, അത്യാവശ്യം ട്രാഫിക്കാണ്. പതുക്കെ പോകുന്നുള്ളൂ. ഇതേപോലെ തിരക്ക് കാണും അടുത്ത അമ്പലമുക്കില്. ഓക്കെ, എന്തായാലും നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം.
നമ്മൾ അമ്പലമുക്ക് എത്തി. അമ്പലമുക്ക് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇവിടെ. പിന്നെ സിഗ്നൽ ലൈറ്റ് ഓഫാണ്. അപ്പോൾ പോലീസുകാരായിരിക്കണം ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അത്ര ഭയാനക തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ ട്രാഫിക് പോലീസ് ഉണ്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ. ഇട സൈഡിൽ കൂടെ പോകുന്നതാണ് മഹീന്ദ്രയുടെ യൂഡോ, പുതിയ ആട്ടോ, ഇലക്ട്രിക് ആണ്. അത് കാണാൻ അത്യാവശ്യം നല്ല സ്റ്റൈലൊക്കെ ഉണ്ട് വണ്ടി. ഞാനൊരു ചേട്ടനോട് ചോദിച്ചു, ഒറ്റ ചാർജിലൊരു 120 പോകുമെന്ന് പറയുന്നു, അറിഞ്ഞൂടാ. പക്ഷെ സൗണ്ടൊന്നുമില്ല വണ്ടി. നല്ലൊരു എന്താ പറയാ, നല്ല ഫ്ലോയിൽ അങ്ങ് പോകുന്ന പറയുന്ന വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. അത്യാവശ്യം തിരക്കുണ്ട്. നമുക്കിനി കുറവങ്കോണം റൂട്ട് പിടിക്കാം, ഇടത്തോട്ട് കയറാം. അപ്പം ഇനി ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ? അപ്പോൾ നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. ലൊക്കേഷനിലെത്തി. ഇവിടെ ഒരു മൈത്രി ലൈനിലാണ് കയറേണ്ടത്, പക്ഷെ അവിടെ കാറ് കയറാൻ ബുദ്ധിമുട്ടാണ്, ചെറിയൊരു വഴിയാണ്. അപ്പോൾ നമ്മളെ കസ്റ്റമർ വരുന്നുണ്ട്, നമുക്ക് എന്തായാലും പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാട്ടാക്കടയുള്ള ഹോട്ടൽ അഭിരാമി റെസിഡൻസി നിൽക്കുവാണ്. നമുക്ക് ഇങ്ങോട്ടൊരു ട്രിപ്പ് കിട്ടി. ആദ്യം തമ്പാനൂര് ഡ്രോപ്പ് ചെയ്തപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു പിക്കപ്പ് അടിച്ചു. പക്ഷേ അത് കസ്റ്റമർ വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് ക്യാൻസലേഷൻ ചാർജ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 7 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. കാട്ടാക്കടയിലെ ഹോട്ടൽ അഭിരാമി. ഇവിടെ മാരേജ് ഫംഗ്ഷനായിട്ട് വന്ന ഗസ്റ്റാണ്, അപ്പോൾ അവരെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചു, അത് പൂജപ്പുറയിലേക്കാണ്. അപ്പോൾ നമുക്കിനി ആ ഗസ്റ്റിനെ എടുക്കാൻ പോവാം. ഇവിടെ ഒരു ടേണിങ്ങിലാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. അതുകൊണ്ട് നോക്കി ഇറങ്ങിയില്ല എങ്കിൽ വണ്ടികളെല്ലാം നല്ല സ്പീഡിലാണ് വരുന്നത്. നല്ല റോഡാണ്. അപ്പോൾ നമുക്കിനി കാട്ടാക്കട ജംഗ്ഷൻ കഴിഞ്ഞ് റൈഡിലേക്കാണ് പോവേണ്ടത്, അടുത്ത കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഈ ജംഗ്ഷന് തമ്പുരാൻകാവ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്, കാട്ടാക്കടയ്ക്ക് തൊട്ടിപ്പുറത്തെ ജംഗ്ഷൻ. ഒരു 500 മീറ്റർ കൂടെ ആകുമ്പോൾ കാട്ടാക്കട ജംഗ്ഷനായി. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാട്ടാക്കട ജംഗ്ഷനിലെത്തി. ഇതൊരു വലിയ ടൗൺ ആണ് കാട്ടാക്കട. ഈ റൈറ്റ് സൈഡിൽ നിന്നൊരു ഓട്ടോ വരുന്ന കണ്ടായിരുന്നോ? ആ റോഡ് നേരെ പോകുന്നത് അങ്ങ് ബാലരാമപുരമാണ്. ഊരുട്ടമ്പലം ബാലരാമപുരം. വല്ലയിടത്തുനിന്ന് കാട്ടാക്കട റോഡാണത്. റൈറ്റ് സൈഡ് കാണുന്നതാണ് KSRTC കോംപ്ലക്സ്. കാട്ടാക്കട KSRTC കോംപ്ലക്സ് ആണ്. ഇവിടെ 2 സൈഡും നിറച്ച് കടകളാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്, ഒരുപാട് ബിസിനസ് കേന്ദ്രമാണ് കാട്ടാക്കട. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ നെയ്യാർ ഡാം പോകുന്ന റോഡാണ്. നമുക്കും അങ്ങോട്ടാണ് പോവേണ്ടത്. അങ്ങനെ നമ്മൾ റൈറ്റിലേക്ക് എടുത്തു. ഇതാണ് കാട്ടാക്കട മെയിൻ ജംഗ്ഷൻ. ഇവിടെയും അത്യാവശ്യം കുറേ കടകളുണ്ട്.
നേരെ കാണുന്ന ഗ്ലാസ് ഇട്ട ബിൽഡിംഗ് ആണ് KSEBിയുടെ ഒരു ബിൽഡിംഗ് ആണ്, വൈദ്യുതി ഭവൻ കാട്ടാക്കട. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഗ്ലാസ് ബിൽഡിംഗ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 500 മീറ്ററിലോട്ട് പോയിട്ട് പിന്നെ റൈറ്റിലോട്ട് പോകണം. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ക്രിസ്ത്യൻ കോളേജ് കാട്ടാക്കട. ഇവിടെ എല്ലാം ഫുട്ബോൾ ഫാൻസ് ഫ്ലക്സ് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ജംഗ്ഷനിലെത്തും. അതിനെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അത് കാട്ടാക്കട തന്നെ. ഡാം നേരെ മണ്ഡപത്തിൻകടവ് റൈറ്റിലേക്കാണ്. നമുക്ക് പോകേണ്ടത് മണ്ഡപത്തിൻകടവ് റോഡിലോട്ടാണ്. ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡാണ് നെയ്യാർ ഡാം. നമ്മൾ റൈലിലേക്ക് തിരിഞ്ഞു. ആ ജംഗ്ഷന് ചൂണ്ടുപലക ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ചൂണ്ടുപലക ജംഗ്ഷൻ. സിറ്റി ഏരിയയെല്ലാം നമ്മൾ വിട്ടു. PWD ഗസ്റ്റ് ഹൗസ് കാട്ടാക്കട. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് PWD ഗസ്റ്റ് ഹൗസ്. നമുക്ക് റൈറ്റിലേക്കാണ്. കസ്റ്റമർ ഇരിക്കുമ്പോൾ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സിന് അത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. ചിലർ വണ്ടി കയറി സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. അവർക്ക് എന്തോ ഒരു പീസ്ഫുൾ മൈൻഡാണ് ആവശ്യം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ സംസാരമൊന്നും ചില കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ഉള്ളപ്പോൾ വീഡിയോസ് എടുക്കാത്തത്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞ് കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈലിലേക്ക് തിരിഞ്ഞു. New message from Archana. Thumbs up. ഇതൊരു ഗ്രാമപ്രദേശം ആണ്. ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെ പുതിയൊരു വീട് പാല് കാച്ച് കഴിഞ്ഞു എന്ന് തോന്നുന്നു. സീരിയൽ സെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് രണ്ട് സൈഡും വയലാണ്. ഇട സൈഡിൽ നിറച്ച് മരിച്ചിന് നട്ടിട്ടുണ്ട്. വല സൈഡിൽ കമുണ്ട്, വാഴയുണ്ട്, മരിച്ചിനിയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത്. നമുക്ക് പോയി നോക്കാം. നല്ല ഇടുങ്ങിയ റോഡാണ്. കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്.
അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. നല്ല തണുപ്പും. സാധാരണ ഇതിൽ ഇവിടെയൊക്കെ യൂബർ അടിക്കാൻ വളരെ സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളാണ്. എന്തോ ഭാഗ്യത്തിന് ട്രിപ്പ് കിട്ടിയെന്ന് വേണം പറയാൻ. ഈ റൈറ്റ് സൈഡിലുള്ളൊരു വീടാണ്, റെഡ് കളർ പെയിന്റ് ഒക്കെ അടിച്ച്. ഒരു വയലിന്റെ കര തന്നെ. എന്തായാലും നമ്മൾ ലൊക്കേഷനിലെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇവിടെ നിന്നുള്ള ട്രിപ്പ് കഴിഞ്ഞു. ഇവിടെ പൂജപ്പുര ഒരു ഫ്ലാറ്റിലായിരുന്നു ഡ്രോപ്പ്. ഒരു 5-6 പേരുണ്ടായിരുന്നു. അത് എക്സൽ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് പൂജപ്പുര സൈഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ നോക്കാം. ഇല്ലെങ്കിൽ ട്രിപ്പൊന്നും അടിച്ചില്ലെന്നുണ്ടെങ്കിൽ പതുക്കെ അങ്ങ് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഐഡിയയിലും ആണ് ഇരിക്കുന്നത്. എന്തായാലും നോക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വല്ല ട്രിപ്പും കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. പൂജപ്പുര അത്യാവശ്യം തിരക്കുണ്ട്, ട്രാഫിക്കാണ്. നല്ല വെയിലുമാണ്. നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലും നല്ല ചൂടും. ഒരു രക്ഷയില്ല. ദൂരെ കാണുന്നത് ബ്രൗൺ കളർ ആർടെക്കിന്റെ ഒരു ഫ്ലാറ്റ് ആണ്. അങ്ങനെ നമ്മൾ പൂജപ്പുര ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെയും ബ്ലോക്കായി. നമുക്ക് എന്തായാലും അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ അടുപ്പിച്ച് പൂജപ്പുര സൈഡിൽ വെയിറ്റ് ചെയ്തു. ട്രിപ്പൊന്നും അടിച്ചില്ല. പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും ഇന്നിപ്പം റൈഡ് സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ കോള് വന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഓട്ടങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇനി വീട്ടിലേക്ക് പോവാം. ഇനി ട്രിവാൻഡ്രം സിറ്റിയിലെ ഓൺലൈൻ ഓഫ്ലൈൻ ട്രിപ്സിൻ്റെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് നമുക്കിനി ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവരും ശനിയും ഞായറും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുക. നാളെ സൺഡേ ആണ്. പലരും അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പോകും. അപ്പോൾ എല്ലാവരും ഒക്കെ പോകണം. അപ്പോൾ പിന്നെ വേറെ ഇന്നിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഓട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പോൾ ഈ വീഡിയോസൊക്കെ എല്ലാവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. വീഡിയോസ് ഉണ്ടാവും, ഷോർട്സ് ഉണ്ടാവും, എല്ലാം ഇടും. യാത്രാ വിവരങ്ങളാണ് കൂടുതലും ഇടുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു
വീക്കെൻഡ് നേരുന്നു. ഇനി അടുത്ത ദിവസം മുട്ടുന്നത് വരെ ബൈ ബൈ ഫ്രണ്ട്സ്.